ഗൈസ് ഇന്ന് ഞാനൊരു കിഡിലൻ ഫോർഡ് എൻഡവറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ലുക്കാണ്. അപ്പോൾ വീഡിയോയിൽ തെളിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എൻ്റെ ഒരു എന്താ പറയുക, ഒരു റോഡ് പ്രസൻസ്, ഒരു വീഡിയോയിൽ കാണുന്ന ഒരു പ്രസൻസ് ഒക്കെ മനസ്സിലാവുണ്ടാവും. ഇതിലേ ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. RBR സ്റ്റേജ് 1 ട്യൂണിങ് വണ്ടിമേ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഒരു നോർമൽ 3.2 എൻഡവർ കുതിക്കണേക്കാളും 50 മടങ്ങ്, അതായത് എന്താ പറയുക 50% വേഗത കൂടുതലിൽ ഈ വണ്ടി കുതിക്കും. അതാണ് ആ ട്യൂണിങ്ങിൻ്റെ പ്രത്യേകത. അത് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് പക്കയായിട്ട് ഫീൽ ചെയ്തു. 90,000 വരുന്നുണ്ട് ഇതിൻ്റെ ഈ അലോയ്സിന്, 20,000 വരുന്നുണ്ട് ഇതിൻ്റെ ഈ ടയറിന്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലക്ഷങ്ങൾ വണ്ടിമേ കയറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ വണ്ടി പ്രസൻ്റ്ലി UP രജിസ്ട്രേഷനിലാണ് കിടക്കണേ. പക്ഷേ കേരള രജിസ്ട്രേഷനിലേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ പേരിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് ആവുള്ളൂ നിങ്ങളുടെ പേരിലേക്ക് മാറിയതിന് ശേഷം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് കിടക്കണേ. ഇനി എൻഡവറിനെ പറ്റിയിട്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 2.2 എൻഡവർ ഒരുപാട് നമുക്ക് കിട്ടാണ്ട്. പക്ഷേ 3.2 ഭയങ്കര കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി 3.2 വൈറ്റ് കളറിലുള്ള എഡിഷനാണ്. ഇതിൻ്റെ മോഡൽ വരുന്നത് 2017 ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. പാനോരമിക് സൺറൂഫ് കാര്യങ്ങൾ ഒഴിച്ച്, അതായത് പുഷ് ബട്ടൺ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ഒന്ന് നോക്കാം നമുക്ക്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നല്ല ബീച്ച് കളറിലുള്ള സീറ്റ് അപ്പോൾസ്റ്ററി കാണാൻ പറ്റും. പിന്നെ ഇലക്ട്രിക് സീറ്റാണ്, ഡ്രൈവിംഗ് സീറ്റ് ഇലക്ട്രിക് സീറ്റ് വരുന്നുണ്ട്. 4 വീൽ ഡ്രൈവ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൽ ഡീസലാണ് വരുന്നത്. അത്യാവശ്യം ഒരു 10 കിലോമീറ്റേഴ്സൊക്കെ മൈലേജ് കിട്ടാനും വണ്ടിക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ അലോയ്സൊക്കെ കിട്ടാൻ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഒരു 10 കിലോമീറ്ററിൻ്റെ അവിടേക്ക് ഈസി ആയിട്ട് മൈലേജ് നമുക്ക് കിട്ടും. കൂൾ ഫിലിമൊക്കെ ഒട്ടിച്ചിട്ടുള്ള കാരണം വണ്ടി ഭയങ്കര ലുക്കായിട്ട് വണ്ടി വരുന്നത്. ബാക്ക് സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റാണ്. ആ സൺറൂഫ് ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഫോർച്യൂണറിനേക്കാളൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ശരിക്കും ഒരു എൻഡവർ ഓടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്രോമിയം ഫിനിഷൊക്കെ അത്യാവശ്യം ബ്ലാക്ക് കളറിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു അതർ സ്റ്റേറ്റ് വണ്ടിയുടെ ഒരു കുറവുകളൊന്നും വണ്ടിയുമ്പോൾ കാണാനില്ല. ഇത് ശരിക്കും ഒരു ഒറിജിനൽ കേരള വണ്ടി ഇങ്ങനെയാണ് നീറ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ കാരണം മേജറായിട്ടുള്ള റീപെയിൻസുകൾ കാണാനില്ല. ഇപ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടി നോക്കുന്ന സമയത്ത് ഒരുപാട് റീപെയിൻറ്റ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് അങ്ങനെയുള്ള റീപെയിൻസ് കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും വേഗം വിളിക്കുക. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ നിങ്ങൾ ബാക്കിലൊരു ആനനെ കണ്ടാവും. അപ്പോൾ നമ്മളൊരു ആനയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആനയുടെ അടുത്ത് കൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ഐരാവതത്തിൻ്റെ വീഡിയോ കൂടി നമ്മൾ ചെയ്തത്. പിന്നെ ഞാൻ ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാലും ചെയ്യാം. സോ കീപ്പ് വാച്ചിങ്. പിന്നെ കൂടുതൽ ഇതുപോലെയുള്ള കിഡിലൻ വണ്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്